സുവർണ പതക്കം സമ്മാനിക്കുന്നതിന് ക്ലബിൻ്റെ പ്രസിഡന്റ് ശ്രീ ശശിധരൻ അവരുടെ ക്ഷണിക്കുന്നു. ഒപ്പം ആദിത്യനെയും. അടുത്ത അദ്ദേഹത്തിനുള്ള പ്രശസ്തി പത്രം വായിച്ച് സമർപ്പിക്കുന്നു. ഈ പ്രശസ്തി പത്രം ആദ്യത്തിന് സമർപ്പിക്കുന്നതിനായി ശ്രീ പാലേരി മോഹൻ അവർകളെ ആദരവോടെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ചളവടി നമ്പീശൻ സ്മാരക കഥകളി ക്ലബ്ബ് 2025 പ്രശസ്തി പത്രം. കഥകളി എന്ന കലയുടെ ഇന്നിൻ്റെ ഭാഗ്യമായി അതിൻ്റെ ഈറ്റില്ലമായ കലാമണ്ഡലത്തിൽ നിന്ന് പുറത്തു വന്ന ഒരു പ്രതിഭയാണ് ശ്രീ കലാമണ്ഡലം ആദിത്യൻ. പ്രായത്തിൽ കഴിഞ്ഞ പക്വത പഠനത്തിലും അരങ്ങിലും സമീപനത്തിലും ഉള്ളതായി ഇയാളെ തീർത്തും വ്യത്യസ്തനാക്കുന്നു. അച്ഛനമ്മമാരുടെ ഭാഗ്യമായി ഗുരുനാഥന്മാർക്ക് അഭിമാനമായ ഈ യുവകലാകാരൻ ഈ ചെറിയ പ്രായത്തിനുള്ളിൽ തന്നെ കഥകളിയിലെ എല്ലാ അത്യാവസാന വേഷങ്ങളും കെട്ടി ആസ്വാദക ശ്രദ്ധ പിടിച്ചുപറ്റിയിട്ടുണ്ട്. വേഷഭംഗിയും കാമ്പുള്ള പാത്രചിന്തയും സങ്കേതശുദ്ധമായ പ്രവൃത്തിയും എടുത്തു പറയേണ്ടത് തന്നെ. ഈ പ്രായത്തിൽ ലഭിക്കാൻ സാധ്യമായ സർക്കാർ അവാർഡുകൾ ഒക്കെ തന്നെ ശ്രീ ആദിത്യനെ തേടി എത്തിക്കഴിഞ്ഞു. ആസ്വാദക മതം ഇത് വെളിവാക്കുന്നു. 18 പുരസ്കാരങ്ങൾ കേന്ദ്ര സർക്കാരിൻ്റെയും സംസ്ഥാന സർക്കാരിൻ്റെയും കഥകളി ക്ലബ്ബുകളുടെയും കലാമണ്ഡലത്തിന് യുവ പ്രതിഭാ പുരസ്കാരം അടക്കം ഈ മിടുക്കനെ തേടിയെത്തി. ഗോപിയാശാൻ ഉൾപ്പെടുന്ന ഒരു നീണ്ട നിര ഗുരുക്കന്മാരുടെ ശിഷ്യത്വമാണ് തൻ്റെ ഈ മേഖലയിലെ ഭാഗ്യമെന്ന് വിശ്വസിക്കുന്ന ശ്രീ കലാമണ്ഡലം ആദിത്യന് 2025 വർഷത്തെ ചാലക്കുടി നമ്പീശൻ സ്മാരക കഥകളി ക്ലബിൻ്റെ നവഭവ സുവർണമുദ്രയും കീർത്തിപത്രവും സ്നേഹാദരപൂർവ്വം നൽകി ക്ലബ്ബ് ആദരിക്കുന്നു. ചാലക്കുടി പ്രസിഡന്റ് CP ശശിധരൻ, സെക്രട്ടറി KM ചന്ദ്രൻ ഇത് സ്വീകരിക്കുന്ന സമയത്ത് ആദ്യത്തിൻ്റെ അച്ഛനെയും അമ്മയും ഏറ്റവും ആദരവോടെ ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഒട്ടും കുറവില്ലാതെ കുഞ്ഞിക്കുട്ടിയും ഭാര്യയും കൂടി വേദിയിലേക്ക് വന്ന സന്തോഷമായിരിക്കും കേട്ടോ. കയ്യിലുണ്ടോ ഓടി നടക്കണമെന്ന് പിടിയില്ല, അതാണ്. വേദിയിലേക്ക് വന്ന സന്തോഷമായിരിക്കും. വി വിൽ വെയിറ്റ്. അപ്പോൾ കൂടുതൽ അദ്ദേഹത്തിന് ഭാര്യ വരണം, ഒരു മിനിറ്റ് സമയം കിട്ടിയില്ല. മറ്റൊരു പ്രത്യേകത കൂടി ഉണ്ട്. ഇന്ന് ആദിത്യൻ്റെ പിറന്നാളാണ്. ഒരു വലിയ കളിക്ക് 8-9 ഗുരുക്കന്മാര് അഭിപ്രായം പറയാൻ മുമ്പിലിരിക്കുന്ന ഒരു കളിക്ക് ഒരു മാകേരിതമായിരുന്നു കഥ. കളി കഴിഞ്ഞിട്ട് ഈ വലിയ ആശാന്മാരൊക്കെ എല്ലാ വേഷക്കാരെയും അവരുടെ അവതരണത്തിലെ തെറ്റ് കണ്ടുപിടിച്ച് നിശിതമായി വിമർശിച്ചുകൊണ്ടിരിക്കുന്ന കലാമണ്ഡലം വാസപിഷാരടി ആശാൻ ആ വിമർശനം കഴിഞ്ഞ് മൈക്ക് കൈമാറിയപ്പോൾ അടുത്ത് പറയേണ്ടതായ നെല്ലിയോട് തിരുമേനി ഒരു ചെറിയ സ്വാഭാവിക ഗ്യാപ്പ് വന്നു. ഉടനെ ഈ മൈക്ക് തിരിച്ചു മേടിച്ചിട്ട് അന്ന് വാസുവാശാൻ പറഞ്ഞു, നിങ്ങൾ കളിച്ചത് ഈ വലിയ കഥകളിയുടെ ഉള്ളിൽ 2 മിനിറ്റ് കൊണ്ട് അല്ലെങ്കിൽ 5 മിനിറ്റ് പരമാവധി വേദിയിൽ നിന്ന 2 ബ്രാഹ്മണ കുട്ടികൾ വന്നുപോയി, അതാണ് കഥകളി എന്ന് പറഞ്ഞൊരു ഓർമ്മ കൂടി ഈ അവസരത്തിൽ ഷെയർ ചെയ്യുന്നു. അതിലെ ഒരു കുട്ടി അന്ന് ആദിത്യനായിരുന്നു. കേരളവർമ്മ കോളേജിൽ വെച്ചാണ് ഈ സംഭവം. ആദിത്യൻ്റെ പത്നി കൂടി എത്തിച്ചേർന്നു. ശ്രീ പാലേരി മോഹൻ എന്ന ഞങ്ങളുടെ ഒരു എന്താ പറയുക, ഈ കലാപരമായ ഗുരു കൂടിയാണ് അദ്ദേഹം. അദ്ദേഹത്തിനെ ആ ചുമതലയെ സ്വീകരിക്കുന്ന ആദിത്യനെ. ആദിത്യന് ഇതോടൊപ്പം ഈ ഒരു ചെറിയ സമ്മാനം കൂടി കൊടുക്കുന്നതിനായിട്ട് ക്ലബിന്റെ ജോയിന്റ് സെക്രട്ടറി CC ഗോപാലകൃഷ്ണനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ക്ഷമാരാജയെ മൈക്ക് തിരിച്ചേൽപ്പിക്കും.